മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ പറഞ്ഞാലും കരുണ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് കിട്ടാത്ത നേട്ടങ്ങളെല്ലാം ഇപ്പോഴുണ്ടാകുന്നു. പക്ഷേ ആ നേട്ടം ഉണ്ടായ സമയത്ത് സന്തോഷിക്കാനാണെങ്കിൽ കരുണയ്ക്ക് പറ്റുന്നില്ല. ഒന്ന് ഭർത്താവ് നഷ്ടമാകുമോ എന്നുള്ള ഭയം. സത്യങ്ങൾ അറിയുന്ന ആ നിമിഷം ഭർത്താവ് തന്നെ ഉപേക്ഷിക്കും. മാത്രമല്ല അച്ഛനും വാമദേവൻ അമ്മാവനും ജയിലിലാണ്. അപ്പം അതിൻ്റെ കാര്യം എന്താകും? അച്ഛനെ ജാമ്യത്തിലിറക്കാൻ പറ്റുമോ? കണ്ണേട്ടനും അനന്തുവേട്ടനും നല്ല കരുത്തരായിട്ടുള്ള രണ്ട് വക്കീലന്മാരായതുകൊണ്ട് നിസാരം പോലെ കേസിൽ നിന്നും ഊരിപ്പോരാൻ പറ്റില്ല. പൈസയാകട്ടെ, നിയമം പറഞ്ഞ് കേസ് വാദിക്കലാകട്ടെ, രണ്ടും കണ്ണേട്ടൻ്റെയും അനന്തുവേട്ടൻ്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവരെയും കൊണ്ട് പറ്റില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഊരിപ്പോരണം എന്ന് വിചാരിച്ചിട്ട് കരുണ ഒരു വക്കീലിനെ കാണാനായിട്ട് മുത്തശ്ശിയും കൂട്ടി പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് ജാമ്യം എടുക്കാനായിട്ട്. പക്ഷേ ജാമ്യമൊന്നും കിട്ടുന്നില്ല. അതേസമയം ആകെ വിഷമിച്ച് പ്രതാപൻ ഇങ്ങനെ ഇരിക്കുവാണ്. തൻ്റെ മകളുടെ ജീവിതം എന്താകും? ഇപ്പോഴാണെങ്കിൽ കണ്ണനും അതുപോലെ മഹാലക്ഷ്മിക്കും മാത്രമേ സത്യങ്ങൾ അറിയാവുള്ളായിരുന്നു. ദുർഗയോടും ഉണ്ണിയോടും മഞ്ജുവിനെ ഒന്നും അറിയിച്ചിട്ടില്ല. വിശ്വനാഥനെ കൊന്നത് കരുണയുടെ അച്ഛൻ പ്രതാപൻ തന്നെയാണെന്നുള്ള സത്യം ഇനി അവരറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? മാത്രമല്ല ഈ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് കണ്ണന് നടക്കാനുള്ള സ്വാധീനം കിട്ടിയെന്നുള്ള കാര്യവും കൂടി ഇനി കരുണമോളെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അവൾ ആകെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് പലതവണ ഭീഷണി രൂപത്തിൽ പറയും, എനിക്കിങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാ. ഇനി അങ്ങനെ എങ്ങാനും ചെയ്യുമോ എന്നുള്ള പേടിയാണ് പ്രതാപനെ അലട്ടുന്നത്. അപ്പം വാമദേവനാണെങ്കിൽ പ്രതാപൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് പ്രതാപനോട് പറയുന്നു, നീ വിഷമിക്കൊന്നും വേണ്ട, 10-20 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ, അതൊരു സാധാരണ ആക്സിഡൻ്റ് ആയിട്ട് കോടതി എഴുതി തള്ളും, നീ ചുമ്മാ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട പ്രതാപ എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞ വല്ലം കൂടി പോകും, എന്നെ മാത്രം അകത്താക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ നിങ്ങളുടെ ഉദ്ദേശം? ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനല്ല കൊട്ടേഷൻ കൊടുത്തതെന്നൊക്കെ വലിയ വീരവാദത്തിൽ പോലീസുകാരോട് പറയുന്ന കേട്ടല്ലോ. അങ്ങനെ ഞാൻ അകത്ത് കിടക്കേണ്ടി വരുവാണെങ്കിൽ ഒറ്റയ്ക്കൊന്നും കിടക്കത്തില്ല, നിങ്ങളെയും കൊണ്ട് തന്നെ കിടക്കുള്ളൂ പ്രതാപൻ വീണ്ടും പറയുന്നു. ദേ ചുമ്മാ നമ്മൾ ഈ സമയത്ത് വഴക്കുകൂടി നിൽക്കേണ്ട സമയമല്ല, എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ നോക്ക്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ പൈസയോ വക്കീലന്മാരെയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറക്കാൻ പോലും ആരുമില്ല. അറിയാമല്ലോ, ആകെക്കൂടിയുള്ളൊരു മകൻ കോമയിൽ കിടക്കുക. അതുകൊണ്ട് നീ നിൻ്റെ അമ്മയോടും മോളോടെയും പറഞ്ഞ് നമ്മളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കാൻ പറ. ഇപ്പം ആ ഒരു ചുമതലയും കൂടി എൻ്റെ മണ്ടയ്ക്കാണോ? മിക്കവാറും നമ്മുടെ കേസ് വാദിച്ച് ഞാനും ഇയാളെപ്പോലെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ദുർഗയോടോ ഉണ്ണിയോടൊന്നും എനിക്ക് സഹായം ചോദിക്കാൻ പറ്റത്തില്ലടാ പ്രതാപ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇങ്ങനെ പറയുന്നേ എന്ന് പറയുന്നുണ്ട്. അതേസമയം ഹോസ്പിറ്റലിൽ എലിസബത്ത് ഡോക്ടറാണെങ്കിൽ കണ്ണനെ കണ്ട് കാര്യങ്ങൾ പറയുന്നു. മഹിയുടെ കണ്ടീഷൻ തീരെ മോശമാണ്. ഇനിയും സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തിറക്കാതിരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷകരമായി ബാധിക്കും. ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അമ്മയുടെ ജീവന് യാതൊരു ആപത്തും കൂടാതെ പുറത്തെടുക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവകൃപയാൽ കുഞ്ഞിന് യാതൊരു ആപത്തും കൂടാതെ 2 പേരെയും കിട്ടണമെന്ന് തന്നെയാണ് ഞാനും അതുപോലെ തോമസ് സാറും എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. മനസ്സുരുകി ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ കണ്ണനോട് പറയുന്നു. അപ്പോൾ ആ ഒരു സമയമൊക്കെ കേട്ടിട്ട് കണ്ണനാണെങ്കിൽ ആകെ വിഷമവും ടെൻഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പം മഹിയെയും കുഞ്ഞിനെയും ഒരുപോലെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് സമാധാനമാകൂ. തൻ്റെ ഒരു മണ്ടത്തരം കാരണമാണ് മഹിക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായെന്നുള്ളൊരു കുറ്റബോധവും കണ്ണനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പം ക്ഷേത്രത്തിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കമലേശ്വരത്ത് താൻ കുട്ടിക്കാലത്ത് പിറന്നാൾ ദിവസം അച്ഛനോടൊപ്പം ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു ദേവി മുത്തശ്ശി കൊടുത്തായിരുന്നല്ലോ അയ്യപ്പൻ്റെ വിഗ്രഹം. ആ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ പോയി കൈകൂപ്പി മനസ്സുരുകി തൊഴുത് പ്രാർത്ഥിക്കുവാണ് കണ്ണൻ. തൻ്റെ കുഞ്ഞിനും ഭാര്യയ്ക്കും യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെടുത്തി തരണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചതിന് ശേഷം സിദ്ധയായ അമ്മ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്കും പോകുന്നു. അപ്പം അതുപോലെ സിദ്ധയായ അമ്മയെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ മുത്തശ്ശിയോട് തൻ്റെ മനസ്സിലുള്ള ആവലാതി പറയുന്നു. കാരണം മുത്തശ്ശി എന്ത് തന്നെ പറഞ്ഞാലും അതുപോലെ തന്നെ ഇന്ന് വരെ നടന്നിട്ടുള്ളൂ. അപ്പം മുത്തശ്ശി എന്ത് തന്നെ പറഞ്ഞാലും അതുപോലെ സംഭവിക്കാം എന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് കണ്ണൻ ചോദിക്കുന്നു, അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു ആപത്ത് സംഭവിക്കില്ലല്ലോ, ഒരു പ്രശ്നവും കൂടാതെ അവരുടെ പ്രസവം കഴിയാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നു, അല്പം പ്രശ്നമുണ്ട്, എന്തായാലും മോൻ വിഷമിക്കേണ്ട, കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു ആപത്ത് കൂടാതെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയുമ്പം കണ്ണന് അല്പസമാധാനമാകുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും മഹിയെ ഡ്രസ്സൊക്കെ മാറ്റി ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും സിസേറിയനിലൂടെ മാത്രമേ ഇനി കുഞ്ഞിനെ പുറത്തെടുക്കാനാകുള്ളൂ. മഹിയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് മോഹിനിയമ്മയ്ക്കും മഞ്ജുവിനും നല്ല വിഷമമാകുന്നു. അവർ രണ്ടാളും മഹിക്ക് ആത്മവിശ്വാസമൊക്കെ പകരുന്നു. തൊട്ട് പിന്നാലെ കണ്ണനും അങ്ങോട്ടേക്ക് വരുന്നു. അപ്പം
മഹിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. എന്ത് സംഭവിക്കും, തൻ്റെ കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് മഹിയെ അലട്ടുന്നത്. തനിക്കെന്ത് സംഭവിച്ചാലും കുഞ്ഞിന് യാതൊരു ആപത്തും കൂടാതെ ജന്മം നൽകാനാകണം എന്നുള്ളൊരു വിഷമത്തിൽ മഹി സങ്കടപ്പെടുന്നുണ്ട്. അപ്പം കണ്ണനാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നു, താൻ വിഷമിക്കേണ്ട, ഞാൻ ക്ഷേത്രത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്, തനിക്കും കുഞ്ഞിനും യാതൊരു ആപത്തും സംഭവിക്കില്ലടോ, ഞാൻ കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസം ഉറപ്പായിട്ടും മഹിയുടെ കുഞ്ഞിനെ കാണാനാകും. കാത്തിരിക്കാം.